ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ സൂത മുറിച്ച് നമ്മൾ സൂതക്കറി വെക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഈ സൂത മുറിക്കാനൊന്നും അത്ര അറിയില്ല. ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഇവിടെ സൂത കഷ്ണം മുറിച്ചാണ് വാങ്ങല്. ഇപ്പം ഇതിലൂടെ മീൻ കൊണ്ടുപോയപ്പോൾ ഞാൻ സൂത വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഇതെങ്ങനെ മുറിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ അതുപോലെയാണ് മുറിക്കണത്. കണ്ട പരിചയമുള്ളൂ, ഞാൻ മുറിച്ച് ചുരുക്കിയിട്ടില്ല. അങ്ങനെ കുറച്ച് മുറിച്ച് കഴിഞ്ഞ് ഇങ്ങനെയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് മുറിക്കുന്നത്. എങ്ങനെ മുറിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് മുറിക്കുന്നത്. അവസാനം പിന്നെ വാലുമ വെച്ചാണ്ട് മുറിച്ച്. പിന്നെ ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, വലിയ സൂത ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ചാൽ മതി, ചെറിയ സൂത ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചാൽ മതി എന്നാണ് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പിന്നെ ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് മുറിച്ച് എടുത്ത് ഞാൻ. ഇനിയാണ് രസം. ഇനി തല എന്താ കാട്ടുകയെന്ന് ഞാൻ കുറേ ആലോചിച്ച്. അങ്ങനെ പിന്നെ രണ്ട് ഭാഗവും ഒന്ന് ഇതാക്കി തലേൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പൂവൊക്കെ എടുത്ത് അതിന് ചുണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു വിധം തലയും കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ടോ. സൂതക്കറി ആണ് ഉണ്ടാക്കുന്നത്. സൂതക്കറി വെക്കാൻ ഞാൻ ചട്ടി എടുത്ത് ചട്ടിയിൽ വെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് പറയണേക്കാം. അതുകൊണ്ടാട്ടോ ഞാൻ കൂടുതലും ചട്ടിയിലാണ് വെക്കൽ. എണ്ണ ചൂടായി അതിൽ ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ചേർത്തത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴന്നു വന്നതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അതും ഒരു 1.5 സ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക്
കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കറിക്ക് വേണ്ട വെള്ളം അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് അത് തിളച്ച് വരുന്ന വരെ ഒന്ന് മൂടി വെക്കുക. അത് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീൻ ഇട്ടതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചെടുക്കുക. മീനൊക്കെ നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് വേണ്ട കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. തീ ഒന്ന് ഓഫ് ചെയ്യുക. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടി കഴിഞ്ഞതിന് ശേഷം ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളർ ആയതിനു ശേഷം കറിയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൂതക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.